ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. നിങ്ങൾ കുറേ പേര് ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അധികം ആൾക്കാരും മോർണിംഗ് വ്ളോഗാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പൂവിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിത്രം കളൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാനിങ്ങനെയാണ് ഒരു ഡിസൈൻ, ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ കഴിയും. അതിൻ്റെ ഞാൻ ഷോർട്സ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. ഇനി ഇതേപോലത്തെ ഒരു ചപ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പൂ പോലും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. എല്ലാം നമ്മുടെ വീട്ടിൻ്റെയും അവിടെ തൊടിയിലും ഒക്കെ ഉള്ള ഒരു പൂവാണ് കേട്ടോ. അപ്പോൾ ഈ ചപ്പ് ഞാൻ എന്ത് ചെയ്യാണ്, കത്രിക വെച്ചിട്ട് മുറിച്ച് എടുക്കണം. എല്ലാവരും പൂവിട്ട് അല്ല സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് മത്ത് പിടിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്തായാലും നിങ്ങൾ കാണുക. അപ്പോൾ ഇതുപോലെ ഞാൻ കുഞ്ഞായിട്ട് അത് മുറിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല വലിയ ഡിസൈനിലൊക്കെ ആക്കിയിട്ട് അടിപൊളിയാക്കി ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും. ചിലവർ ആഘോഷിക്കാണ്ട് നിന്നിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയോ സംതിങ് എന്തൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഞായറാഴ്ചയാണ് ഈ ഒരു പരിപാടിയൊക്കെ വരുന്നത് ക്ലബ്ബിൽ. അപ്പോൾ എല്ലാവരും പരിപാടി ആഘോഷിച്ച് നല്ല പൊള്ളിയായിട്ട് നിൽക്കുക. അപ്പോൾ സ്കൂൾ തുറക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോ ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി എക്സാമൊക്കെ കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടും എന്തായാലും അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ഓണം ആഘോഷിച്ചിരിക്കായിരിക്കും. ഇവിടെ ഞാൻ കുറേ ഷോർട്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓണത്തിൻ്റെ വ്ളോഗിൻ്റെ. അപ്പോൾ ഈ ഒരു ഇനി നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫോ എന്നൊക്കെ ഇടയ്ക്കിൽ നിങ്ങൾ എന്നെ ഈ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പൂവൊക്കെ ഇട്ട് തീരട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൂ കാണിച്ചു തരാം. ഈ ഒരു പൂ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ പേര് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം ഇതെന്ത് പൂവാണെന്ന്. ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ എൻ്റെ പൂവിൽ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഇത് പറയുക. ഞാൻ എൻ്റെ അമ്മേനോട് പോയി ചോദിക്കണം ഇതിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഈ ഒരു ഇത് മുറിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയും മുറിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരു ഗുണമില്ല, എന്താ പറയുക, മോശം പോലെ ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഇതാക്കുന്നത്. പക്ഷെ കത്രിക കൊണ്ട് സൂക്ഷിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഇതാക്കുന്നുള്ളൂ. എന്നിട്ട് ഇതേപോലെ എൻ്റെ പൂക്കളത്തിൻ്റെ ഇവിടെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾ പൂക്കളം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്? അടിപൊളിയായിട്ടാണോ? ആരാണ് പൂക്കളിട്ടത്? നിങ്ങൾ തന്നെയാണോ? ഓണക്കോടിയൊക്കെ എടുത്തോ? എല്ലാം പറയാ. അപ്പോൾ നിങ്ങളെടുക്ക മാവേലിക്ക് വന്നിട്ടോന്ന് അറിയാം. നമ്മൾ ഇടയ്ക്കൊക്കെ മാവേലിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ട് സാരില്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ മാവേലിക്ക് വന്നോന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് പൂവ് എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പൂവ് എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പൂവ് ആദ്യം ഞാൻ മുറിക്കുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് എത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് മുറിക്കുന്നത്. അപ്പോൾ ഞാൻ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണിച്ച് തരാം പൂവിട്ടേൻ്റെ. നമ്മുടെ ഈ ഷോർട്സിൻ്റെ അകത്ത് ഞാൻ ഈ പൂവിട്ടേൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. പക്ഷെ അതെന്താ വെച്ചാൽ ഫോണിലെങ്കിൽ ചാർജും ഇല്ലായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോ എടുക്കേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ഇത് വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പൂക്കളത്തിന് ഫുള്ള് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഷോർട്ടിൻ്റെ അകത്ത് ഞാൻ എടുത്തില്ല. അതിൻ്റെ ഷോർട്ടിൻ്റെ അകത്ത് എൻ്റെ പകുതി മാത്രമുള്ള പൂവാണ് ഞാൻ എടുത്തിട്ട് ഇട്ടത്. അപ്പോൾ ഷോർട്സിൻ്റെ അകത്ത് പൂ ക്ലിയർ ആവാത്തവരും ഷോർട്സ് കണ്ടവരും എന്തായാലും ഈ വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടവർ ആ ഷോർട്സ് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന പൂവാണ് അടുത്തത്. ഇതെന്താ പൂവ് നിങ്ങൾക്കറിയാമോ? എന്താ പറയുക, അതിൻ്റെ വെൽവെറ്റ് കളർ പോലത്തെ ഒരു പൂവാണ്. അപ്പോൾ ഇത്ര നേരം അത് ഞാൻ ഇതുണ്ടാവില്ലേ നമ്മുടെ ഇതേപോലത്തെ ഒരു പൂവാണ്. ഇത്ര ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നെസ്
കുറച്ച് പോയി, അതാണ് ഒരു ഇരുട്ട് ഭംഗിയ പോലെ. അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു ഇതിൻ്റെ ഇലയിലൊക്കെ ഇതാക്കിയിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. ബാക്കിൽ എൻ്റെ അമ്മയാണ് അതിൽ കൂടി നടന്നു പോയത്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോ വേണം എന്നൊക്കെ നിങ്ങൾ പറയുക. എന്തായാലും ഞാൻ ചെയ്യുന്നതാണ് ആ വീഡിയോ ഫുള്ളും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ പൂക്കളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു 8 മിനിറ്റ് അങ്ങാറ്റുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ കുറേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് മോർണിംഗ് വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം കുറേ എഴുതാനും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എഴുതലാണ്, ഇല്ലെങ്കിൽ സ്കൂളിൽ കയറ്റില്ല, പണി കിട്ടും. അതുകൊണ്ട് ഞാൻ കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഓരോരു പൂവായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഫൈനൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുതി കഴിഞ്ഞു, ഹോംവർക്കൊക്കെ എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ രാവിലെ വിഷുക്കോടിയൊക്കെ കിട്ടി, രാവിലെ തന്നെ കുളിച്ച് വിഷുക്കോടിയൊക്കെ ഇട്ട് പൂവിടുന്നവരുണ്ടാകും, അല്ലാത്തവരും ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ പൂക്കളും, ചിലത് പൂക്കളെല്ലാം എങ്ങനെയല്ലോ തട്ടിക്കൂട്ടിയിട്ടതാണ്, പൂക്കൾ എത്തേണ്ട. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞായിട്ട് ഇതാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ പൂവിൻ്റെ ഫൈനൽ ഇതെന്ന് പറയുന്നത്. ഫുൾ ഓഫ് നമ്മുടെ നാടൻ പൂക്കൾ വെച്ചിട്ടാണ്, ഒന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല കണ്ട. അതേപോലെ തന്നെ ഇത് നമ്മളെ ശീബോധിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പൂവും കൂടി തായും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമായി. ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ചായയും പിട്ടും മറ്റേ ചെറുപയർ കറിയും. എന്നിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്ത ശേഷം അതിൻ്റെ കൂടെ എനിക്ക് അമ്മ ചായയാക്കി തന്നു. അതാണ് ഞാൻ രണ്ട് ഗ്ലാസ്സുള്ള ചായ, രണ്ട് ഗ്ലാസ് ചായ കുടിച്ചു. അപ്പോൾ ഈ ചായ കുടിച്ചു കൊടുക്കുകയാണ്. കുടിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് വരച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. നമ്മളെ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യില്ലേ, അത് അതിന് ഞാൻ വട്ടം വരച്ച് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ ഒരു പ്ലേസ് ആക്ട് ചെയ്ത ഈ ഒരു പൂവ് ഏത് പൂവാന്ന് ചോദിച്ചാൽ ഈ മയിലിൻ്റെ ഇതായി. ഇങ്ങനെ ഗൂഗിളിൽ അടിച്ച് നോക്കി. അപ്പോൾ ഈ ഒരു മയിൽപ്പീലിൻ്റെ പോലത്തെ ഒരു പൂവ് എൻ്റെ കണ്ണിൽ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ അതിൽക്കന്നെ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും നമുക്ക് ബോർഡിൻ്റെ അകത്തേക്ക് പകർത്തി വരച്ചാലോ എന്ന്. വരക്കാൻ വേണ്ടിയിട്ടൊന്നും എടുത്തതേ ഉള്ളൂ. പിന്നെ മടുപ്പ് വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇതാക്കി. ഇനി കെമിസ്ട്രിയാണ് എനിക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഞാൻ ബുക്കൊക്കെ എടുത്തിട്ട് കെമിസ്ട്രി എഴുതാനായിട്ട് പോയി. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് കാണാം. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിച്ച് അടിച്ചു കൊടുക്കുക. ബൈ.